മരണാസന്നനായി ശരീരം തകർന്ന കുരിശിൻ ചുമന്നു നീങ്ങുന്ന യേശുവിനെ കണ്ട് കരയുന്ന സ്ത്രീകളോട് യേശു പറയുന്നത് ഇതാണ്: ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്തു കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്തു കരയുവിൻ. യേശുവിൻ്റെ ഈ വാക്കുകൾ ഒരു ശാസനയല്ല, മറിച്ച് വലിയൊരു തിരിച്ചറിവാണ്. ക്രൂശിതനായ ക്രിസ്തുവിനെ കണ്ട് സഹതപിക്കാൻ എളുപ്പമാണ്, എന്നാൽ ക്രിസ്തുവിനെ ക്രൂശിലേറ്റിയ നമ്മുടെ പാപങ്ങളെ ഓർത്ത് കരയാൻ എത്രത്തോളം നമുക്ക് സാധിക്കുന്നുണ്ട്. പുറമേയുള്ള വൈകാരികമായ കരച്ചിലിനേക്കാൾ ഹൃദയത്തിൻ്റെ പരിവർത്തനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കുരിശിൻ്റെ വഴിയിൽ 8-ാം സ്ഥലം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തൻ്റെ വേദനയ്ക്കിടയിലും മറ്റുള്ളവരുടെ ഭാവിയെക്കുറിച്ചും അവരുടെ ആത്മീയ തകർച്ചയെക്കുറിച്ചും ഉത്കണ്ഠപ്പെടുന്ന അനുകമ്പയുടെ ഉന്നത ഭാവമായ ക്രിസ്തുവിനെ നാം ഇവിടെ കാണുന്നു. സ്വന്തം കഷ്ടപ്പാടുകളിൽ തളർന്നു പോകാതെ മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ അവിടുന്ന് താല്പര്യപ്പെടുന്നു. പുത്രിമാരെ, നിങ്ങളെന്നോർത്തെന്തിലേവം കരയുന്നു, നിങ്ങളെയും സുധരെയും ഓർത്തോർത്തു കേണുകൊള്ളുവിൻ. വേദന തിങ്ങുന്ന കാലം വരുന്നു, കണ്ണീരാണിനിഞ്ഞ കാലം. മലകളെ ഞങ്ങളെ മൂടുവിൻ, വേഗമെന്ന് ആരവം കേൾക്കുമെന്നും. കരൾ നൊന്തു കരയുന്ന നാരീകളത്തേനു നാഥൻ സമാശ്വാസമേകി. 8-ാം സ്ഥലം ഈശോ മിശിഹ ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷന്മാർ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഓർസ്ലേത്തിന്റെ തെരുവുകളുടെ ശബ്ദായമാനമായി പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കണക്കിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓഷാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സെയ്ത്തിൻ കുമ്പുകളും ജൈവിളികളും അവർ കണ്ണുനീർ വാർത്തു കരഞ്ഞു. അവരുടെ സഹതാപ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു: നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർസ്ലേം ആക്രമിക്കപ്പെടും. അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം മറന്നവരെ ആശ്വസിപ്പിക്കുന്നു. എളിയവരുടെ സംഗീതമായ കർത്താവേ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകളെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്കു കാരണമായ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുരിശിന്റെ വഴിയിൽ ആശ്വസിപ്പിക്കപ്പെട്ട നാഥ, വേറോനിക്കായുടെ തൂവാലയിൽ വിശുദ്ധ കുരിശ് പങ്കുവെച്ച ശിമയോന്റെ തോളും ജെറുസലേം പുത്രിമാരുടെ കണ്ണുനീരും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അങ്ങേ ആശ്വസിപ്പിച്ചുവല്ലോ. ഓ എൻ്റെ ഈശോയെ, മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരാനും
അവരെ ആശ്വസിപ്പിക്കുവാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്കും നൽകണമേ. പുറമേയുള്ള ഭക്തിക്കപ്പുറം ഹൃദയപൂർണമായ പശ്ചാത്താപത്തോടെ അങ്ങയുടെ പക്കലേക്ക് വരാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.